നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. രാമായണ പുണ്യം നിറച്ച് കർക്കടകം പിറന്നു. ഇനി രാമകഥാശീലുകൾ മുഖരിതമാകുന്ന ദിനങ്ങൾ. മലയാളിക്ക് കർക്കടകം എന്നാൽ ആത്മീയതയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും കാലമാണ്. തോരാതെ പെയ്യുന്ന മഴയും കൃഷിപ്പണികൾ കുറയുന്നതുമൂലം പട്ടിണിയും ദുരിതവും നിറഞ്ഞതുമായ പന്ന കർക്കടകത്തെ മറികടക്കാൻ പഴമക്കാർ കണ്ടെത്തിയ വഴികളാണ് രാമായണ പാരായണവും ഔഷധ സേവയും. കർക്കടകത്തിലെ ദുരിതങ്ങൾ തീരാൻ രാമനാമജപവും രാമായണ പാരായണവും ഒക്കെയാണ് പോംവഴിയെന്ന് പറയാറുള്ളതിനാൽ മലയാളക്കരയിലെ വീടുകളിലും ക്ഷേത്രാരാധനാലയങ്ങളിലും കർക്കടക മാസം രാമനാമ പുണ്യജപങ്ങളാൽ നിറയാറുണ്ട്. അങ്ങനെ കള്ളക്കർക്കടകം രാമായണ മാസവുമായി. ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കടകത്തിലാണത്രേ. ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കടകം ദേവസന്ധ്യയെന്നും വിശേഷിപ്പിക്കും. ഈ ദേവസന്ധ്യയിൽ രാമനാമങ്ങൾ ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരുമെന്ന് ഹിന്ദുമത വിശ്വാസികൾ പറയുന്നു. കർക്കടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിനു മുൻപിൽ നിത്യവും 2 മുതൽ 7 വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിയിച്ച് വടക്കോട്ടിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ചിട്ട തെറ്റാതെ പാലിക്കുന്നവരുണ്ട്. കർക്കടകത്തിൽ ഹൈന്ദവർ പ്രധാനമായും നിർവഹിക്കുന്ന ഒരു കാര്യമാണ് നാലമ്പല ദർശനം. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനമെന്ന് പറയപ്പെടുന്നത്. 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം. ആയുർവേദ വിധി പ്രകാരം കർക്കടക മാസത്തിനുള്ള പ്രാധാന്യം വളരെയാണ്. മരുന്നുകന്നിയും ഔഷധസേവയും കർക്കടത്തിൽ നടത്തുന്നത് ഉത്തമമാണ്. മനുഷ്യർ മാത്രമല്ല, ഗജകേസരികളും കർക്കടകത്തിൽ സുഖചികിത്സ നടത്താറുണ്ട്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയവരെ സംബന്ധിച്ചും കർക്കടകം ഏറെ പ്രധാനപ്പെട്ട മാസം തന്നെ. പിതൃതർപ്പണത്തിന്റെ പുണ്യമാസമാണ് കർക്കടകം. കർക്കടക വാവ് ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പൃഥുക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ബലിയിടുമ്പോൾ പൃഥുക്കൾ നിറഞ്ഞ മനസ്സോടെ അത് ഏറ്റുവാങ്ങുമെന്നാണ് വിശ്വാസം. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള ദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. കേരളത്തിലെ പല ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടക്കും. കർക്കടക മാസത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സാവിധിയാണ് ഔഷധക്കന്നി സേവിക്കൽ. കർക്കടക മാസത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഔഷധക്കന്നികൾ ലഭ്യമാണ്. കർക്കടക മാസത്തിൽ താളും തകരയും ഉൾപ്പെടെ പത്തില തിന്നണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അങ്ങനെ പ്രത്യേകതകളും പ്രാരാബ്ദങ്ങളും ഏറെയുള്ള മാസമാണ് കർക്കിടകം. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് പറയാറുള്ളത്. കർക്കിടക മാസത്തെ ഒരുവിധം തള്ളി നീക്കി പിന്നെ പൊന്നിൻ ചിങ്ങ മാസത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് മലയാളക്കര കടക്കുക. മണ്ണിൽ നിരന്ന കരിവീരക്കൂട്ടങ്ങളെ കണ്ട വിണ്ണിലെ കരിമേഘങ്ങൾ ആർത്തലച്ചു പെയ്ത കർക്കടക പെരുമഴയിൽ വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ആനയൂട്ട് അക്ഷരാർത്ഥത്തിൽ മഴയൂട്ടായി. മണ്ണിലും വിണ്ണിലും കാർവർണ്ണപൂരം നിറഞ്ഞ കർക്കടക പുലരിയിലാണ് ഇത്തവണ ആനയൂട്ട് നടന്നത്. മണ്ണിൽ കരിവീരച്ചന്തയും വിണ്ണിൽ കരിമേഘങ്ങളും നിറഞ്ഞ നിമിഷങ്ങൾ. കാർമേഘ പന്തലിന് താഴെ കൊമ്പന്മാരും പിടിയാനകളും കുട്ടിയാനകളും അണിനിരന്നപ്പോൾ ആനക്കാഴ്ചകൾ ഒരുപാട് കണ്ട പൂരനഗരിക്ക് നിറഞ്ഞ മഴയിലെ ഈ ആനയൂട്ട് മറ്റൊരു കൗതുക കാഴ്ചയായി. മഴയെ അവഗണിച്ചും നിരവധി പേരാണ് ആനയൂട്ട് കാണാൻ വടക്കുന്നാഥനിലെത്തിയത്. സ്ത്രീകളും കുട്ടികളും ആനക്കമ്പക്കാരും അടങ്ങുന്ന ആൾക്കൂട്ടം രാവിലെ മുതൽ തന്നെ വടക്കുന്നാഥനിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. കുളിച്ച് കുറി തൊട്ട് ആനയാഭരണങ്ങൾ ഒന്നും തന്നെ അണിയാതെ യഥാർത്ഥ കരിവീരച്ചന്തം തലയെടുപ്പോടെ പ്രകടമാക്കി ആനകൾ ഒന്നൊന്നായി തെക്കേ ഗോപുര നടയ്ക്ക് സമീപം അണിനിരന്നപ്പോൾ മണ്ണിലെ കരിമ്പാറക്കൂട്ടങ്ങൾക്ക് സമമായി വിണ്ണിൽ കരിമേഘങ്ങൾ ഒന്നൊന്നായി ചേർന്നു നിന്നു. ആനയൂട്ട് ആരംഭിക്കുമ്പോഴേക്കും വടക്കുന്നാഥ ക്ഷേത്രാങ്കണവും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പോലീസ്, വളണ്ടിയർമാർ എന്നിവർ ആനയൂട്ടിനെത്തുന്നവരെ സഹായിക്കാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആനകളെയും ആളുകളെയും വേർതിരിക്കാൻ പ്രത്യേക ബാരിക്കേഡ് സംവിധാനം ക്രമീകരിച്ചിരുന്നു. ആനയൂട്ട് കാണാനെത്തുന്നവർക്ക് ആനകൾക്ക് ഭക്ഷണം നൽകാനും അവസരം കൊടുത്തിരുന്നു. 49 ആനകളാണ് വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ആനയൂട്ടിനെത്തിയത്. ഇതിൽ പിടിയാനകളും കുട്ടിയാനകളും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടത്തി.
ഗണപതി ഹോമക്കൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചു. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെയാണ് ആനയൂട്ട് സംഘടിപ്പിച്ചത്. തിരുവമ്പാടി ലക്ഷ്മി എന്ന പിടിയാനയ്ക്ക് വടക്കുന്നാഥ ക്ഷേത്രം മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനകൾ എത്തിയിരുന്നു. കർക്കടകപ്പുലരിയിൽ മതിവരുവോളം ഭക്ഷണം കൊടുത്തതോടെ ആനവയറുകൾ നിറഞ്ഞു. 500 കിലോ അരിയുടെ ചോറാണ് ശർക്കര, മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളാക്കി ആനകൾക്ക് കൊടുത്തത്. കൂടാതെ പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, ചോളം, പഴം തുടങ്ങി 8ഓളം പഴങ്ങൾ കൂടി നൽകി. കൂടാതെ ദഹനത്തിന് പ്രത്യേക ഔഷധ കൂട്ടും. ആനയൂട്ട് കഴിഞ്ഞ് വടക്കുന്നാഥന് വഴങ്ങി ആനകൾ കിഴക്കേ ഗോപുരം വഴി പുറത്തേക്ക് പോയി. 10,000 പേർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷയാണ് ആനയൂട്ടിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. ആനകളുടെ ചൂണ്ടി കുറിക്കുകയോ ആനകളുടെ അനാശങ്ങൾ തോന്നിക്കുവാനോ ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിന് മുൻപ് വൈദ്യുതി മുടങ്ങിയതിലുള്ള വൈരാഗ്യത്താൽ അന്നമനട KSEB സെക്ഷൻ ഓഫീസിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിക്കുകയും ഓഫീസിലെ ക്യാബിൻ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 5 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അന്നമനട വെണ്ണൂർ സ്വദേശികളായ മണി, അഭിജിത്ത്, അരുൺ, വാഴേലിത്തറ വീട്ടിൽ കമലേഷ്, തേക്കുംകാട്ടിൽ വീട്ടിൽ ഗിരീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ജൂലൈ 15 രാത്രി 11:55ഓടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അർജന്റീന ഇംഗ്ലണ്ട് ഫുട്ബോൾ മത്സരം കാണാൻ തയ്യാറെടുക്കുന്നതിനിടെ വൈദ്യുതി മുടങ്ങിയതിലുള്ള വൈരാഗ്യത്താൽ പ്രതികൾ അന്നമനട KSEB സെക്ഷൻ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി വടികൊണ്ട് ക്യാബിൻ അടിച്ചു തകർത്തു. തുടർന്ന് ജൂലൈ 16 പുലർച്ചെ 12:05ഓടെ വീണ്ടും ഓഫീസിലെത്തിയ പ്രതികളോട് കാര്യമന്വേഷിച്ച ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന ഓപ്പറേറ്ററായ കുഴൂർ പാറപ്പുറം സ്വദേശി കോട്ടായി വീട്ടിൽ നിധിൻ എന്നയാളെ വടികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഓഫീസിലെ ക്യാബിൻ തകർത്തതിലൂടെ ഏകദേശം 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പരാതി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പ്രതികൾക്കെതിരെ കേസെടുത്തു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മാള പോലീസ് സ്റ്റേഷൻ SI ഫൈസൽ കോറോത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ KF വിനോദ്, KR ഷാരോൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,065 രൂപയും പവന് 1,04,520 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ ഞെള്ളൂർ നമ്പാടൻ റപ്പായി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. പരേതയായ ത്രേസിയാണ് ഭാര്യ. ജിൻസൺ, സാന്റോ, സോണി എന്നിവർ മക്കളും സിനി, ലിൻസ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ സ്നേഹപുരം ചക്കാലമുറ്റത്ത് പൊന്തോക്കൻ അഗസ്തിയുടെ ഭാര്യ അന്നംകുട്ടി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് സ്നേഹപുരം സെയിൻറ് ജോസഫ് പള്ളിയിൽ. എമിലി, ജോൺസൺ, ജോർജ്, ടെസി എന്നിവർ മക്കളും പോൾ, ജോയ്സി, റോസിലിൻഡ്, ബെന്നി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.